അത് ഷിംജിത ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് തെറ്റാണ്. അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അതിപ്പം ദീപക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും തെറ്റാണ്. എൻ്റെ സുഹൃത്തിനെ ഞാൻ ഒരു 8 മാസത്തോളം എൻ്റെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് 8ാം മാസം അവൾ എൻ്റെ കൂടെ പോയി 6ാം മാസം ആത്മഹത്യ ചെയ്തു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസുകളിൽ നിന്നൊക്കെ മിസ്ബിഹേവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏത് സ്പേസുകളിൽ നിന്നൊന്നും എടുത്ത് പറയുന്നില്ല, ബിക്കോസ് എനിക്ക് അവരെയൊക്കെ വേറെ രീതിയിൽ ബഹുമാനം ഇഷ്ടമൊക്കെ ഉണ്ട്. അവരുടെ അവസ്ഥയും അവരുടെ പരിതാപകരമായ അവസ്ഥകളെയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ആർക്കും അറിയാൻ പറ്റാത്ത മറ്റേ ആ ഒരു സാധനം ഉണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സാധനമാണ്. അത് ഒരു മനുഷ്യൻ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ആ മനുഷ്യനാവാൻ താല്പര്യമില്ല. എനിക്ക് മറ്റേ അതുണ്ടായിരുന്നു, മറ്റേ അഗ്രഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നും ശരിയല്ല, ഇവനെ ഇടിക്കണം അല്ലെങ്കിൽ അവരോട് മറുപടി പറയണം, അവരോട് ഇങ്ങനായിരുന്നു മൂഡ്. എൻ്റെ കുഞ്ഞ് ജനിക്കുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ഓർഗൻസ് എന്നൊക്കെ പറയുന്ന സാധനത്തിന് ഒരുപാട് യൂസ് ഉള്ളത്. ഒരു യൂസ് മാത്രമല്ല അതിനുള്ളത്, ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പുറത്തേക്ക് ഒരു ഹ്യൂമൻ ബോഡിയിൽ, ഒരു സ്ത്രീയുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഒരുപാടാണ്. അവിടെയാണ് നമ്മൾ റേപ്പ് ചെയ്യപ്പെട്ടാൽ, ഒരു സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടാൽ, നമുക്കൊരു സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ പോലും ഒരു മോശം പിക്ചർ നമുക്ക് കിട്ടിയാൽ നമ്മൾ അതവിടെ പ്രൂവ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരാൾ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കുകയാണ്, ബിക്കോസ് ഐ ഡിഡ് ലൈക്ക് BJP. ഞാൻ BJPക്കെതിരെ എന്തോ ഒരു സ്റ്റോറി ഒരു റാൻഡം ആയിട്ട് ഷെയർ ചെയ്തപ്പോൾ എന്നെ വന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഫോട്ടോസ് എല്ലാം സ്ക്രീൻഷോട്ട് ചെയ്ത് സൈബർ സെല്ലിൽ അയച്ചപ്പോൾ ദേ ആസ്ക്ഡ് മീ ടു കം ഓവർ ദേർ. ലൈക്ക് അവിടെ ചെന്ന് ഞാനത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഐ ഡിഡ്ന്റ് ഹാവ് ടൈം. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എന്നെ എത്തിച്ചു നിർത്തുന്ന ഈ സമൂഹം തന്നെയാണ്. അതുകൊണ്ടാണ് ഷിംജിത വീഡിയോ എടുക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. അതിനൊരു റീസൺ ഷിംജിതയ്ക്കുണ്ട്. ഷിംജിതയുടെ ബുദ്ധിയിലും ഷിംജിതയുടെ സാഹചര്യത്തിലും ഷിംജിത ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റാണ് ഷിംജിത ചെയ്തതെന്ന് അവർക്ക് തോന്നാം അല്ലേ? ഉറപ്പായിട്ടും അവരുടെ ന്യായീകരണത്തിൽ ഞാൻ എൻ്റെ ബുദ്ധിക്ക് എൻ്റെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള കഴിഞ്ഞ ദിവസമുള്ള പാനൽ മെമ്പേഴ്സ് എല്ലാവരും അവരുടെ ബുദ്ധിക്കാണ് കാര്യങ്ങൾ പറയുന്നത്. അവരുടെ ബുദ്ധിയല്ല ഷിംജിതയുടെ ബുദ്ധിയും ദീപകിന്റെ ബുദ്ധിയും. അങ്ങനെയാണെങ്കിൽ ഈ ആത്മഹത്യ സംഭവിക്കത്തില്ല, ഇതും സംഭവിക്കത്തില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ന്യായമാണ്. നമ്മൾ എന്തിനാണ് നമ്മുടെ ബുദ്ധി മറ്റൊരാൾക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്തിട്ട്? ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നത് എന്തിനാ? ആ വ്യക്തിയുടെ പോസിബിലിറ്റികളെ മനസ്സിലാക്കാൻ, അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കാനാണ്. അതിപ്പോൾ ദീപകിന്റെ ആണെങ്കിലും ശരി, ഷിംജിതയുടെ ആണെങ്കിലും. ദീപക് ചെയ്യാതിരുന്നെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്, ദീപക് ചെയ്താൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്. ഞാനിപ്പോൾ നോക്കുന്നത് എനിക്കതിനകത്ത് ഇവർ ചെയ്തത് സ്റ്റുപ്പിഡിറ്റി ആണെന്ന് തോന്നി. സ്റ്റുപ്പിഡ് ആയിപ്പോയി. പിന്നെ എക്സ്ട്രീം ഒരു സ്റ്റുപ്പിഡിറ്റി ആയതുകൊണ്ട് ഒരാളുടെ ജീവൻ കോസ് ചെയ്യപ്പെട്ടു. അയാൾ നല്ലവനായാലും ചീത്തയായാലും മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് എ വെരി ക്ലിയർ കേസ് ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ് പേരൻസ് ആൻഡ് ഇമോഷൻ എല്ലാം ഉണ്ടിടൂ. നമ്മൾക്ക് മനുഷ്യരല്ല, നമ്മൾ അത്ര ഹേർട്ട്ലെസ് പീപ്പിൾ ഒന്നും അല്ല. താനൊരു ഫെമിനിസ്റ്റോ ഞാനൊരു കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ഞാനൊരു BJP പേഴ്സണോ അല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗോ ആണെന്നും പറഞ്ഞിട്ട് ഞാനൊരു മനുഷ്യനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അത്ര എനിക്ക് ഒരിക്കലും. ഇപ്പോൾ ഞാൻ മുൻപൊരിക്കൽ മറ്റേ കഷായം ഗ്രീഷ്മ കേസില് ഷാരോൺ കൊലക്കേസില് വേർഡിക്റ്റ് വന്നപ്പോൾ പുള്ളിക്കാരിക്ക് തൂക്കുകയറാണ് ലഭിച്ചത്. എനിക്ക് ഐ എം ഓൾവേസ് അഗൈൻസ്റ്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ്, ഡെത്ത് സെന്റൻസിന് അഗൈൻസ്റ്റ് ആണ് ഞാൻ. അതിനുവേണ്ടി ഞാൻ ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഞാൻ കുറേ തെറിവിളി കേട്ടിട്ടുണ്ട്. എന്റെ ഇൻബോക്സിൽ അടക്കം വന്ന് നിന്റെ ചേട്ടനാണ് ഇത് സംഭവിച്ചതെങ്കിൽ നീ ഇങ്ങനെ പറയുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരു പേഴ്സണൽ അറ്റാക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ദീപക് മരിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അയാൾ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അയാൾ മരിക്കേണ്ട സാഹചര്യം ഇല്ല. പക്ഷെ അയാൾ ചെയ്ത തെറ്റാണ് എന്നുള്ളത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഡിപ്രഷനിൽ മനുഷ്യന്മാർ മരിക്കാറുണ്ട്. ദീപക് മരിച്ചത് ഡിപ്രഷനിലാണ്. ദീപക് മരിച്ചതിന്റെ കാരണം ഡിപ്രഷനാണ്. ആ ഡിപ്രഷന്റെ കോസ് എന്താണെന്ന് അന്വേഷിച്ചാണെങ്കിൽ എല്ലാ കോസുകളും നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അയാളുടെ ഒരു ബേസിക് കോർ എന്താണ്, അയാൾ എങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു, ഈ ഒരു ഇൻസിഡന്റ് ഇത്രയും ഭീകരമായി ബാധിക്കാൻ എന്താണ് കാര്യം. അല്ലാതെ പെരിഫറൽ സാധനങ്ങൾ വെച്ചിട്ട് ഷിംജിതയെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷിച്ചിട്ട് ഈ പരിപാടി നടക്കത്തില്ല. മരിച്ചുപോയ ഒരാൾക്കെതിരെയാണ് ഷിംജിത കേസ് കൊടുത്തതെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ അവരെ തെളിയിക്കുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. മരിച്ചുപോയാലും ജീവിച്ചിരുന്നാലും. മനസ്സിലായോ? അപ്പൊ ഇത് അയാളെ ചുറ്റുപാടുമുള്ള എല്ലാ സ്പേസുകളിൽ നിന്ന് അന്വേഷണം വേണം. ഇപ്പൊ എങ്ങനെയാണ് മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം, മീഡിയയുടെ ഫീഡിങ് കാരണം എല്ലാത്തരം സ്പേസ്, സോഷ്യൽ മീഡിയ മുതൽ മെയിൻ സ്ട്രീം മീഡിയ വരെ ഭയങ്കര പരിതപിച്ചാണ് പറയുന്നതിനോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആ അമ്മയുടെയും അച്ഛന്റെയും വിഷമം ആദ്യമായിട്ടാണോ കാണുന്നത്? സംഭവം സഹിക്കാൻ പറ്റുന്നില്ല. ആ അമ്മയുടെയും അച്ഛന്റെയും വിഷമത്തിന് മുമ്പിൽ ആ പെൺകുട്ടി എന്നാണ് മാപ്പ് അർഹിക്കുന്നത്? അവൾ ഒരിക്കലും, ഇതൊക്കെ എന്താണ് ഫസ്റ്റ് ഡേ മുതൽ കേൾക്കാണ് സാധനം. They decided it's not happened. അവര് കുറ്റക്കാരിയാണെന്ന് നേരത്തെ വിധി എഴുതി. ഇനിയിപ്പോ നാട്ടുകാരോട് ചെന്ന് പോലീസുകാർ അന്വേഷിച്ചാൽ തന്നെ നാട്ടുകാർ എന്ത് പറയും? അവൻ നല്ലവനായിരുന്നു, ആ പെണ്ണാണ് തെറ്റുന്നത്. അവനെ കുറിച്ച് ഒരു കുന്തം അറിയാത്ത ആൾക്കാർ, ഒരു തേങ്ങ അറിയാത്ത ആൾക്കാരായിരിക്കും. അവരും പറയും അവൻ നല്ലവനായിരുന്നു, പാവം ചെറുക്കൻ മരിച്ചു എന്ന്. കാരണം നമ്മളുടെ കൾച്ചർ അനുസരിച്ച് മരിച്ചുപോയവരെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു സാധനം ഇല്ല. എത്ര തെറി നമ്മള് അല്ലെങ്കിൽ ചീത്ത തലേദിവസം വരെ പറഞ്ഞു ഒരുത്തനെ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അയ്യോ എന്നാലും നല്ലൊരു മനുഷ്യനാണ്. ഇതാണ് നമ്മുടെ ഒരു കൾച്ചർ.
അത് തെറ്റാണെന്നൊന്നുമല്ല, അത് ഭയങ്കര റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്, ഔട്ട് ഓഫ് റെസ്പെക്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ഒരിക്കലും പുരുഷൻ, ഞാനിപ്പോ ഒരു സ്ത്രീനെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് പുരുഷനെ മനസ്സിലാക്കാതോ അല്ലെങ്കിൽ അവന്റെ വികാരത്തെ അഡ്രസ്സ് ചെയ്യാതോ, എൻ്റെ അനിയനോ അല്ലല്ലോ എൻ്റെ വീട്ടുകാർക്കോ എനിക്ക് അറിയാവുന്ന ആൾക്കാർക്കോ വഴിയിലിപ്പം ഒരാൾ വീണ് കിടന്ന ആണോ പെണ്ണോ നോക്കിയിട്ടാണോ നമ്മൾ സഹായിക്കാൻ പോകുന്നത്. എനിക്കൊരു പ്രശ്നമില്ല. ഞാനാണെങ്കിൽ പല സാഹചര്യങ്ങളിലും കേട്ടോ, ഐ ഡോണ്ട് ടു ദിസ്, പല സാഹചര്യങ്ങളിലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസുകളിൽ നിന്നൊക്കെ മിസ്ബിഹേവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏത് സ്പേസുകളിൽ നിന്നൊന്നും എടുത്ത് പറയുന്നില്ല, ബിക്കോസ് എനിക്ക് അവരെയൊക്കെ വേറെ രീതിയിൽ ബഹുമാനം ഇഷ്ടമൊക്കെ ഉണ്ട്. അവരുടെ അവസ്ഥയും അവരുടെ പരിതാപകരമായ അവസ്ഥകളെയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ആരുമില്ല, ക്രോണിക് ബാച്ചിലേഴ്സ് കുറെ കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രസ്ട്രേറ്റഡ് പീപ്പിൾ, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ച് ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് എൻ്റെ ഉൾക്കൊള്ളലിന്റെ ഭാഗം, എൻ്റെ കാലങ്ങളായിട്ടുള്ള എനിക്ക് കിട്ടിയ അടിയുടെയും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും എൻ്റെ പഠനത്തിന്റെയും ഭാഗമായിട്ടാണ് ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയേക്കുന്നത്. അത് ഷിംജിത ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് തെറ്റാണ്, അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്. അതിപ്പം ദീപക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും തെറ്റാണ്. എൻ്റെ സുഹൃത്തിനെ ഞാൻ ഒരു 8 മാസത്തോളം എൻ്റെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് 8ാം മാസം അവൾ എൻ്റെ കൂടെ പോയി 6ാം മാസം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിർത്തിക്കൊണ്ടത്. എൻ്റെ ലഞ്ചിൻ്റെ പൈസ ഒന്നുമില്ല, ഞാൻ കൊറോണ പീരീഡിൽ സ്ട്രഗിൾ ചെയ്യുന്നു, ഈ കുട്ടീനെ നിർത്തുന്നു, വീട്ടിലാണെങ്കിൽ വേറെ കേസുകൾ ആൾക്കാർ ചെയ്യുന്നു. വളരെ നമുക്ക് ഭയങ്കരമായിട്ട് മൊബൈൽ ലെൻസും ബാക്കി കാര്യങ്ങളും നാട്ടിൽ നിന്നുള്ള പ്രഷറും ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. സ്റ്റിൽ ഞാൻ ഒരു മനുഷ്യനെ കുറ്റം പറയാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞ് നാളെ ഒരുത്തം വൃത്തിയോടെ എൻ്റെ അടുക്കൽ കാണിച്ചാൽ ഞാൻ വീഡിയോ എടുത്തിടുമെന്ന് ചോദിച്ചു, ഞാൻ എൻ്റെ അപ്പത്തെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. ലൈക്ക് ഹാവ് യു ഓൾവേസ് റിയാക്റ്റഡ്? എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായി എല്ലാ കാലത്തും റിയാക്ട് ചെയ്യാൻ പറ്റും? ഭയങ്കര ഫേമസ് ആണ് റിയാക്ഷൻ. എന്റെ റിയാക്ഷൻ കാരണമാണ് എനിക്ക് മിക്കവാറും അടുത്തൊന്നും ഇറങ്ങി, എന്നുവെച്ചാൽ ആൾക്കാർക്ക് പേടിയാണ് എനിക്കൊരു വർക്ക് തരാൻ. ഞാൻ റിയാക്ഷൻ എന്നെ ഒരു സ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ ഇവള് സീനാണ് മറ്റേതാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്. പക്ഷെ പിന്നെ എനിക്കത് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചാ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ അത്രയും ബോധവും അത്രയും ധൈര്യമുള്ളവർ എന്നെ വിളിക്കത്തുള്ളൂ. അല്ലാത്ത ഒരു മനുഷ്യനും എന്നെ ഒരു സ്പേസിലേക്ക് വിളിക്കില്ല, എന്നെ പ്രേമിക്കാനും വരും. ഞാൻ മറ്റേ കൊള്ളാം, ഇത് തന്നെയാണ് മസ്കുലിൻ എനർജി നമുക്ക് കൂടുതൽ ആണാണെന്ന് തോന്നുന്നു. എനിക്ക് ആവശ്യമില്ല, ഉണ്ടാക്കി തരുന്നത്. ഐ മീൻ ഞാൻ പറയുന്നത്, ഞാൻ ഒരു മസ്കുലിനും അതായത് ഫെമിനിൻ എനർജി ഒന്നിച്ചുള്ള ഒരു വ്യക്തിയാണ്. തനിക്കും അതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട് അത്, പുരുഷന്മാർക്കും ഉണ്ട്. പുരുഷന്മാർ വൾണറബിലിറ്റി കാണിക്കാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ വീക്ക്നെസ്സിനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. സ്ത്രീ വൾണറബിൾ ആയുള്ള പുരുഷൻ അങ്ങനെ നിൽക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട്. അതിലേക്ക് പോകുന്ന അവന്മാരെപ്പോഴും പോകുന്ന മണ്ടൻ ഒരവസ്ഥയിലേക്കായിരിക്കും. മനസ്സിലായോ? ഏതെങ്കിലും മറ്റേ ക്രൂരയായ ഒരു സ്ത്രീനെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ ഇരുന്ന് ഫുള്ള് പീഡനം അനുഭവിച്ചിട്ട് പിന്നെ ഇവന്റെ വൾണറബിലിറ്റി പോയി ഇവൻ ട്രോമയിലായി, ഇവൻ ക്രൂരനായി മാറി, എന്തൊക്കെ കഥ നമുക്ക് കാണാം. ഇതൊക്കെ നടക്കുന്നുണ്ട് ലോകത്തില്. ഇതിനൊക്കെ നമ്മൾ കാണുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ്. അല്ലാതെ ഞാനൊരു സ്ത്രീപക്ഷവാദിയാണ്, അതുകൊണ്ട് സ്ത്രീകൾ എന്ത് വൃത്തികേട് കാണിച്ചെന്ന് പറഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ ചെയ്യത്തില്ല, ഞാൻ പരിപാടി ചെയ്യത്തില്ല. ശ്രീജിത തെറ്റാണ് ചെയ്തത്, ഷിംജിത കൺഫസ് ചെയ്യാന്ന് വെച്ചോ, അയ്യോ ഞാൻ എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പൊന്നുമോളെ ഞങ്ങളെ എന്തിനാ അതിനകത്ത് വരച്ചത്, നേരത്തെ കൺഫസ് ചെയ്താൽ പോരായിരുന്നേ ഞാൻ ചോദിക്കുള്ളൂ. എനിക്കതിനകത്ത് ഞാൻ ഇപ്പോഴും പറഞ്ഞ ഷിംജിതയുടെ കാര്യമല്ല, നമ്മളുടെ മോബ്, നമ്മളുടെ സമൂഹം എങ്ങനെയാണ് ഒരു മരണത്തിന് മുമ്പ് ഇയാളെ കണ്ടതും മരണത്തിന് ശേഷം ഇയാളെ കാണുന്നതും, മരണത്തിന് ശേഷം വിശ്വവിഖ്യാതനായ ദീപക്കും മരണത്തിന് മുമ്പ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ആൾക്കാരും 27 ലക്ഷം പേര് കാണുന്നവരെ അത് വെച്ചോണ്ടിരുന്ന് അയാൾ ആത്മഹത്യ ചെയ്ത് അയാളുടെ ചുറ്റിനുള്ളവർക്ക് പോലും അറിയത്തില്ല അയാൾ ഇത് കണ്ടിട്ടാണ് ആത്മഹത്യ ചെയ്തത്. എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ അറിയുന്നതെന്ന് പറഞ്ഞു. ചർച്ചയ്ക്ക് വന്ന ചേട്ടന്മാരൊക്കെ പറയാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ സഹായിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തേനാണ്. അടിപൊളി. അപ്പൊ അയാൾ ആരോടും പറഞ്ഞില്ല അയാൾ ആത്മഹത്യ ചെയ്തു. അയാൾ എന്തിനാ മരിച്ചെന്ന് ആർക്കും അറിയില്ല. അയാൾ ആത്മഹത്യ കുറിപ്പ് എഴുതിയിട്ടില്ല. നമ്മൾ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ പറയുന്നത് മൊത്തം. ആ വീഡിയോ അല്ല ആൾക്കാരുടെ പ്രശ്നം, ആ വീഡിയോ എടുത്ത രീതി, ആ വീഡിയോ ഒരു സ്ത്രീ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ, അതായത് ഒരു സ്മൈലിംഗ് ഫേസ്, അതാണ് പ്രശ്നം. പുരുഷൻ തൊടുന്നത്, പുരുഷൻ ശരീരത്തെ തൊടുമ്പോൾ സ്ത്രീ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് പുരുഷൻ തന്നെ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ റെസ്പോൺസ് ഉണ്ടാകാത്തപ്പോൾ നമ്മുടെ കൺവെൻഷണൽ തിങ്കിങ് എല്ലാം ബ്രേക്ക് ആകുകയാണ്. അത് ബ്രേക്ക് ആകാൻ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതൊരു സൈക്കോളജിയാണ്, മോബിന്റെ സൈക്കോളജിയാണ് അത്. അത് ഞാൻ എല്ലാ സൈക്കോളജിയും സ്പേസുകളെ അഡ്രസ് ചെയ്യാൻ അങ്ങനെ ഒന്നല്ല പറഞ്ഞത്. ദിസ് ഇസ് വൺ ഓഫ് ദ തിങ്. ദേ വിൽ ഹാവ് അൺകംഫർട്ടബിൾ ആകുക എന്ന് പറയുന്ന പരിപാടി, അത് അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവർ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയ ഒരു സാധനത്തിനെ പിടിക്കും. അതെന്താണ്? ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇവളിങ്ങനത്തോളാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളാണ് നല്ല സ്ത്രീ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പെൺകുട്ടികൾ തനിക്കുണ്ടാവുന്ന മോശം അനുഭവം പുറത്ത് പറയാൻ മടിക്കുന്നത്, അത് ഇത്രയും പേരുണ്ടായിട്ട് നിന്നെ മാത്രം എന്തിനാ കയറി പിടിച്ചത്? പണ്ട് മുതലേ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലൊരു അബ്യൂസ് ഉണ്ടായി, ഞാൻ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലൊരു സ്പേസിലൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ ഞാൻ എൻ്റെ അമ്മയോട് വന്ന് പറയുമ്പോൾ അമ്മ ആദ്യം പറഞ്ഞോണ്ടിരുന്നത്, മുത്ത നിനക്ക് മാത്രമുള്ളല്ലോ മുത്ത ഇങ്ങനൊക്കെ.
എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിക്കും ശരി എനിക്ക് മാത്രമേ ഉള്ളൂ, പ്രശ്നമുണ്ട്. എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുക. പിന്നെ ആൾക്കാർ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ, കാരണം ഞാനാണല്ലോ തെറ്റുകാരി. ഇതെന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ആളുകൾ നമ്മളോട് ഇങ്ങനെ പെരുമാറും? നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, നമ്മൾ വിളിച്ചിട്ടില്ല. നമ്മൾ മനുഷ്യന്റെ സന്തോഷം ആഗ്രഹിക്കുന്നു. ചെറുപ്പത്തിലൊന്നും നമുക്ക് അറിയില്ല എന്താണ് അബ്യൂസ് എന്ന്. പക്ഷെ ഒരാൾ നമ്മളെ തൊട്ടിട്ട് ചിരിക്കുന്നു, നമ്മൾക്ക് മുട്ടായി വാങ്ങിച്ചിരുന്നു, ഹഗ് ചെയ്യുന്നു. ഇതെന്താ ചേട്ടൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ചേട്ടൻ പിടിച്ച് മടിയിലിരുത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത് നിരന്തരമായി നമ്മൾ സംസാരിക്കുകയാണ്. വീട്ടിൽ വരുന്ന ബന്ധുക്കളല്ലേ, അടുത്ത ആൾക്കാർ, അച്ഛൻ-പെങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ, ഇത് സമൂഹത്തിൽ ഈ പറയുന്ന അമ്പലങ്ങളുടെ പരിസരങ്ങളിൽ, വള്ളികളുടെ പരിസരങ്ങളിൽ, പൊതുനിലങ്ങളിൽ എല്ലാം കാലാകാലങ്ങളായിട്ടാണ് മേഘ ഇത് ഫേസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു സമൂഹം ആൾക്കാർ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നു, ഇത്തരം മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല ഇത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ തരുന്നുണ്ട്. ഇത് സംഭവിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കുന്നു, പക്ഷെ ഒരു വിഭാഗം ഇങ്ങനെയാണ് എന്ന് പറയുന്ന, ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാത്തിനെയും ഇൻവാലിഡേറ്റ് ചെയ്യുന്ന ഒരു സാധനം. അത് ഇൻവാലിഡേറ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും ഇൻവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് ഒരു വയസ്സുണ്ടാവും. ആ വയസ്സ് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കാൻ വേണ്ടി ജാമ്യം എടുക്കുന്ന പരിപാടിയാണ് നേരത്തെ പറയുന്നത്. ഞാൻ പറയുന്നത് സമ്മതിച്ചു, നീ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു. അതന്നെ ഞാനും പറഞ്ഞത്, ചേട്ടാ ഞാൻ സമ്മതിച്ചു, ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതങ്ങനാന്ന് പറയില്ല ചേട്ടാ, ഇങ്ങനത്തെ ആണുങ്ങളുണ്ട് ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുക? ഇല്ലില്ല, അതല്ല, അത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം ഇങ്ങനെ സംഭവിച്ചതെന്നോ. ഇൻവാലിഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗികമായ പരിപാടിയൊന്നുമല്ലല്ലോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാമ്യം എടുക്കൽ, അല്ലെങ്കിൽ ഒരു സെന്റൻസ് മാത്രമാണ് ഈ പറയുന്നത്. ഞാൻ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നു, പക്ഷെ ഇങ്ങനെയുണ്ട്. ഞാൻ പറയുന്നു അങ്ങനത്തെ സ്ത്രീകളുണ്ട്. അങ്ങോട്ട് പോയി തട്ടി സുഖം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഉള്ളത് അതിൽ സുഖം കണ്ടെത്തുന്ന സ്ത്രീകളുണ്ട്. അത് ചീത്തയോ നല്ലതോ ഒന്നും ഞാൻ പറയുന്നില്ല. അത് അവരുടെ താല്പര്യമാണ്. അവരതിനെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളി, എനിക്കറിയില്ല. എനിക്കതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വെറുതെ ബസ്സിൽ വെറുതെ ഒരാൾ അതിൽ ഇങ്ങനെ പോയി തട്ടിയാൽ മതി, അപ്പോഴും എൻ്റെ ഫേസ് ഒക്കെ മാറി. എന്തിനാണ് ചേട്ടാ, ഇതാണ് ചേട്ടാ ഞാൻ ഇടിക്കും, എനിക്ക് അടി ചീത്ത വിളിക്കാനൊക്കെ വരും, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കില്ല, ചേട്ടൻ ഇങ്ങനൊന്നും ചെയ്യില്ല, ഇതാണ് എൻ്റെ മൂഡ്. എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്തൊക്കെ? നമ്മളൊരു പരിധിക്കപ്പോഴത്തേക്ക് നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള സ്പേസ് പോലും ഇല്ല സമൂഹത്തിൽ. ബിക്കോസ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ ഗാർഡ് ഓണാക്കി റിയാക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരിക്കില്ല. പലപ്പോഴും ഒന്ന് ഒച്ച വെക്കാനോ നോക്കാനോ പോലുള്ള എനർജി പോലും ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ചില സമയത്തൊക്കെ ഞാൻ ചിരിച്ച് ഡീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയാണ് ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. ആൾക്കാർ എന്നെ കുണ്ടിക്ക് പിടിച്ച അല്ലെങ്കിൽ തോണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഞാൻ ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട് എന്താണ് കിട്ടുന്നത്. ഞാൻ പിടിച്ചൊക്കെ നിർത്തിയിട്ട് ചോദിച്ചു, ചേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ പിടിച്ചത് ഞാൻ നിങ്ങളുടെ എന്ത് സുഖമാണ്, എനിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ പിടിച്ചു നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിനകത്ത് ഇത്ര ഇത് പെർവേർഷൻ അല്ലേ. ആർക്കും അറിയാൻ പറ്റാത്ത മറ്റേ ആ ഒരു സാധനം ഉണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സാധനമാണ്. അത് ഒരു മനുഷ്യൻ എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ആ മനുഷ്യനാവാൻ താല്പര്യമില്ല. എനിക്ക് അത്രയും വൾഗറായിട്ട് ചിന്തിക്കാനോ കംപ്ലീറ്റ് മനുഷ്യ രാശിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ബുദ്ധി ചിന്താഗതിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവത്തില്ല, ചിരിക്കാൻ ആരും ഉണ്ടാവില്ല. അതെ, നമ്മളിത് ഈ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചിരിച്ച് സംസാരിക്കേണ്ടി വരുന്നത് തന്നെ നമ്മൾ അത് അത്രയും യൂസ്ഡ് ആയതുകൊണ്ടാണ്. ഗതികേടെന്ന് തന്നെ പറയണം. ആദ്യത്തെ സംഭവം ഉണ്ടായപ്പോൾ എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ 5ാം വയസ്സിലായിരിക്കും. എനിക്കുണ്ടായപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്താണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇത് എന്റെ പ്രശ്നമാണെന്ന് ബ്ലെയിം ചെയ്തു. പിന്നെ കുറെ നാളത്തെ നിസ്സഹായത, പിന്നെ റിയാക്ഷൻ, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു നിർവികാരത. അതാണ് എന്താണ് സമൂഹം, ചിരിക്കാൻ പറ്റും എന്ന് വെച്ചാൽ. പക്ഷെ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ റിയാക്ട് ചെയ്തതും ഞാൻ മൊത്തം ഇങ്ങനെയായിരുന്നു. അതായത് ഒരു 10 വർഷം മുമ്പുള്ള ഒരു ശ്രീകണ്ഠൻ നായർ ചർച്ച കണ്ടാൽ അറിയാം, എൻ്റെ കണ്ണൊക്കെ വെളിയിലായിരുന്നു ചർച്ച ചെയ്യുന്ന സമയത്ത്. അന്നാണെങ്കിൽ എനിക്ക് എനർജി, എൻ്റെ ടെമ്പോ ഇത് തന്നെയാണ്. പക്ഷെ എനിക്ക് അതുണ്ടായിരുന്നു, മറ്റേ അഗ്രഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നും ശരിയല്ല, ഇവനെ ഇടിക്കണം, അല്ലെങ്കിൽ അവരോട് മറുപടി പറയണം, അവരോട് ഇങ്ങനായിരുന്നു മൂഡ്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ മൂഡൊന്നും അല്ല. ഇത് ഇവരോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലേ, എന്ത് ചെയ്യാനാ. പിടിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണോ എൻ്റെ ശരീരത്തെ കാണുന്നതെന്നുള്ളത് എനിക്കറിയില്ല, നിങ്ങൾ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ബൾജ് ചെയ്തിരിക്കുന്ന ശരീരഭാഗങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ തൈസ് ആയാലും എൻ്റെ ബാക്ക് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും എല്ലാ ഭാഗങ്ങൾക്കും എനിക്ക് ഒരേ റെസ്പെക്റ്റാണ്, എനിക്ക് ഒരേ ബഹുമാനമാണ്. എൻ്റെ കുഞ്ഞ് ജനിക്കുന്ന ഒരു സ്പേസ്, അല്ലെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ഓർഗൻസ് എന്നൊക്കെ പറയുന്ന സാധനത്തിന് ഒരുപാട് യൂസ് ഉള്ളതാണ്. ഒരു യൂസ് മാത്രമല്ല അതിനുള്ളത്, ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പുറത്തേക്ക് ഒരു ഹ്യൂമൻ ബോഡിയിൽ, ഒരു സ്ത്രീയുടെ ബോഡിയിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഒരുപാടാണ്.
ആ പ്രോസസ്സുകളിനെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനൊരു സ്ത്രീയാണെന്നും സ്ത്രീനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും എനിക്ക് പറയാൻ പറ്റുന്നത്. ശാരീരികമായ മാനസികമായ നമ്മളുടെ മാറ്റങ്ങളെ നമുക്കറിയാം, പരസ്പരം അറിയാൻ പറ്റുന്നുണ്ടും നമ്മൾ അനുഭവിച്ച സ്പേസുകളിൽ എന്തുകൊണ്ട് നമുക്ക് ഈ കൾച്ചറലി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ വീടുകളിൽ പോലും ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ടായി എന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ ഒരു സിസ്റ്റർഹുഡിനെയാണ് കോർ ഫെമിനിസ്റ്റ് മറ്റേത് എന്നൊക്കെ പറയാം. എനിക്കറിയത്തില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഒരു സത്തിലും വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ അപാകതകൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഫെമിനിസം ഉണ്ടായിരിക്കുന്ന കാലകാലങ്ങളോളം ഫെമിനിസം നിലനിൽക്കാൻ വേണ്ടിയല്ല. ഇതിന്റെ യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആകേണ്ട സാധനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫെമിനിസം കഴിഞ്ഞു. കാരണം ഞാൻ ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കും. ഈക്വാലിറ്റി നടപ്പിലായി എന്നല്ല പറയുന്നത്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കത് നടപ്പിലാക്കാൻ നന്നായിട്ട് പറ്റുമെന്നും ഞാനത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫെമിനിസം ഒന്നും അല്ല ഞാനിപ്പോൾ അത്. ഫെമിനിസ്റ്റ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും മറ്റേത്, അതായത് ഏത് ജാതി മതം എന്താണെന്ന് പറഞ്ഞാലും മനുഷ്യൻ എന്നുള്ള സ്പേസിൽ അഡ്രസ്സ് ചെയ്യാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം എന്ന് എനിക്ക് തോന്നുന്നു, മനുഷ്യൻ എന്നുള്ള നിലയിൽ. അല്ലാതെ വേറെ I don't believe in these things, I don't believe in quotations and all this thing.